ഓർമ്മ പെരുന്നാളിന് തുടക്കം കുറിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പുണ്യപിതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായുടെ 71ാം ഓർമ്മ പെരുന്നാളിന് 2024 ജൂലൈ 1 തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ വെച്ച് തുടക്കമായി. ഓർമ്മ പെരുന്നാളിന് ഒരുക്കമായി ജൂലൈ 14 വരെയുള്ള ദിവസങ്ങളിൽ പട്ടം സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ ചാപ്പലിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ വിവിധ പ്രാർത്ഥനാ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. വൈകിട്ട് 5-ന് കത്തീഡ്രൽ ദേവാലയത്തിൽ വെച്ച് സന്ധ്യാനമസ്കാരവും തുടർന്ന് വിശുദ്ധ കുർബാനയും ഖബർ ചാപ്പലിൽ ധൂവപ്രാർത്ഥനയും അർപ്പിക്കപ്പെടുന്നു. ജൂലൈ 15-ന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിൽ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് മുഖ്യ അതിഥിയായിരിക്കും. ഈ ദിവസങ്ങളിൽ വൈകിട്ട് 5 മണി മുതലും ജൂലൈ 15-ന് രാവിലെ 8 മണി മുതലും മലങ്കര കാത്തലിക് TV യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും തത്സമയ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതാണ്. അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് സഭയെ ബലപ്പെടുത്തണം. മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ. വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്രാനായി തിരഞ്ഞെടുക്കപ്പെട്ട അഭിമന്യ ആന്റണി വാലുങ്കൽ പിതാവിൻ്റെ മെത്രാഭിഷേകം 2024 ജൂലൈ 1 വല്ലാർപാടം ബസലിക്കയിൽ വെച്ച് നടത്തപ്പെട്ടു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവും KCBCയുടെ പ്രസിഡന്റുമായ മോറോൻമോർ ബസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയും സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരും മെത്രാഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. സഭയുടെ മാത്രമല്ല പൊതുസമൂഹമായ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയും പരിശുദ്ധാത്മാവ് അങ്ങയെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. സഭയുടെ ശുശ്രൂഷ, ഒരു ശ്ലൈഹിക ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരാളിൽ പ്രത്യേകം നിക്ഷിപ്തമാണ് എന്നത് നമുക്കറിയാം. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി, സകല മനുഷ്യരെയും ഒരുമിച്ച് നിർത്തുന്ന ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി നമ്മുടെ ശുശ്രൂഷയിൽ നിന്ന് വിഭിന്നമല്ല, പുറത്തല്ല, അതിൻ്റെ ആലങ്കാരികമായ ഒരു ഭാവമല്ല, അനിവാര്യമായ ഒരു ദൈവീക ഘടകമാണ്. സെന്റ് തോമസ് ദിനാചരണം ആഘോഷിച്ചു. MCA സഭാതല സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 2-3 തീയതികളിലായി ബത്തേരി തപോവനത്തിൽ വെച്ച് സെന്റ് തോമസ് ദിനാചരണവും സെമിനാറും നടത്തപ്പെട്ടു. തദവസരത്തിൽ ബത്തേരി ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് മെത്രാപ്പൊലീത്തയുടെ നാമഹേതുക തിരുനാളും ആഘോഷിച്ചു. സമ്മേളനത്തിൽ പാരിസ്ഥിതിക പ്രതിസന്ധികളും സാമ്പത്തിക വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ നടത്തപ്പെട്ടു. തുടർന്ന് പൂനെ കട്കി സെന്റ് എഫ്രൈം ഭദ്രാസന അധ്യക്ഷനായ അഭിമന്യ മാത്യൂസ് മാർ പക്കോമിയൂസ് മെത്രാപ്പൊലീത്തയെ സഭാതല സമിതി അനുമോദിച്ചു. ക്രമീകരണങ്ങൾക്ക് MCA ബത്തേരി ഭദ്രാസനം നേതൃത്വം നൽകി. പദയാത്ര ഒരുക്ക് ധ്യാനവും അവലോകന യോഗവും നടത്തപ്പെട്ടു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് പിതാവിൻ്റെ 71ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തുന്ന 44ാമത് തീർത്ഥാടന പദയാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന യുവജനങ്ങൾക്കായി തിരുവനന്തപുരം പട്ടം ഖബർ ചാപ്പലിൽ വെച്ച് ജൂൺ 29-ന് ഒരുക്ക ധ്യാനം നടത്തുകയും തുടർന്ന് MCYM പത്തനംതിട്ട ഭദ്രാസന ഡയറക്ടർ ഫാദർ ജോബ് പദാലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തു. യുവജന കമ്മീഷൻ ചെയർമാൻ അഭിമന്യ മാത്യൂസ് മാർ പോളികാർപ്പസ് എപ്പിസ്കോപ്പ ഖബറിങ്കൽ ധൂവപ്രാർത്ഥന നടത്തുകയും ചെയ്തു. തുടർന്ന് പദയാത്ര ക്രമീകരണങ്ങളുടെ അവലോകന മീറ്റിംഗും നടത്തപ്പെട്ടു. മീറ്റിംഗിൽ മുൻ സഭാതല ഡയറക്ടറും തിരുവനന്തപുരം മേജർ അതിഭദ്രാസന വികാരി ജനറാളുമായ ഫാദർ തോമസ് കയ്യാലയ്ക്കൽ സന്നിഹിതനായിരുന്നു. പദയാത്ര ജൂലൈ 10-ന് റാന്നി പെരുന്നാട്ടിൽ നിന്ന് ആരംഭിക്കുകയും ജൂലൈ 14-ന് തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ എത്തിച്ചേരുകയും ചെയ്യും. പദയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തയുടെ 71ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ പദയാത്ര ജൂലൈ 6-ന് മൂവാറ്റുപുഴ കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ചു. മൂവാറ്റുപുഴ ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ യൂഹാനോൻ മാർ തെയഡോഷ്യസ് മെത്രാപ്പൊലീത്ത പദയാത്ര ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 14-ന് പട്ടം സെൻറ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിൽ സ്ഥിതി ചെയ്യുന്ന ഖബർ ചാപ്പലിൽ പദയാത്ര സമാപിക്കും. അനുശോചന പ്രാർത്ഥന നടത്തി. കുവൈറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട പ്രവാസികളുടെ വിയോഗത്തിൽ MCYM സഭാതല സമിതിയുടെ നേതൃത്വത്തിൽ
ജൂൺ 29-ന് പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയൽ കത്തീഡ്രലിന് മുമ്പിൽ അനുശോചന സമ്മേളനവും മൗനപ്രാർത്ഥനയും നടത്തി. സഭാതല പ്രസിഡന്റ് ശ്രീ മോനു ജോസഫ് അനുശോചന യോഗത്തിന്റെ ആമുഖ സന്ദേശം നൽകി. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന വികാരി ജനറലായ ഫാദർ തോമസ് കയ്യാലയ്ക്കൽ അനുശോചന സന്ദേശവും പ്രാർത്ഥനയും നടത്തി. സഭാതല ഡയറക്ടർ ഫാദർ ഡോക്ടർ പ്രവീഷ് ജോർജ്, തിരുവനന്തപുരം മേജർ അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ജോസഫ് തോട്ടത്തിൽ കടയിൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അലോഷ്യസ് തെക്കേടത്ത്, മറ്റ് സഭാതല ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. നിര്യാതനായി. പത്തനംതിട്ട ഭദ്രാസനത്തിലെ ഫാദർ മാർട്ടിൻ ജോസഫ് പുത്തൻവീട് ജൂൺ 30-ന് നിര്യാതനായി. 43 വയസ്സായിരുന്നു. 2008-ൽ വൈദിക പട്ടം സ്വീകരിച്ചു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ കോന്നി വൈദിക ജില്ലയിലെ മുളന്തറ സെന്റ് മേരീസ് ഇടവക അംഗമാണ്. ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് മോർ ബസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. സംസ്കാര ശുശ്രൂഷ ജൂലൈ 2-ന് പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവേൽ മാർ ഐറേനിയൂസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും സഭയിലെ മറ്റ് മെത്രാപ്പൊലീത്തമാരുടെ സഹകാർമ്മികത്വത്തിലും മുളന്തറ സെന്റ് മേരീസ് ദേവാലയ സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു.